ശിവരാത്രിക്ക് വ്രതം നോൽക്കേണ്ടത്. മറ്റ് വ്രതങ്ങൾ നോൽക്കാത്തവർ ശിവരാത്രി വ്രതം മാത്രം നോറ്റാൽ മതിയെന്നാണ് വിശ്വാസം. അതുകൊണ്ട് സകല വ്രതങ്ങളും അനുഷ്ഠിച്ച ഫലം ലഭിക്കുമത്രേ. മാഘമാസത്തിലെ, അതായത് മകരത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് കുംഭത്തിലെ കറുത്തവാവ് വരെയുള്ള ദിവസങ്ങളിൽ വരുന്ന കറുത്ത പക്ഷത്തിലെ ചതുർദശി ദിവസമാണ് മഹാശിവരാത്രി വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ചതുർദശി അർദ്ധരാത്രിക്ക് വരുന്ന ദിവസമാണ് ശിവരാത്രി വ്രതം നടത്തേണ്ടത്. 2 രാത്രികൾ ചതുർദശിയിൽ മുട്ടുന്നുണ്ടെങ്കിൽ ഒന്നാമത്തേതാണ് എടുക്കേണ്ടത്. ത്രയോദശി സംബന്ധമായ ശിവരാത്രി ഉത്തമമാണ്. ഉദയം മുതൽ ഉദയാന്തം വരെ വരുന്ന ചതുർദശി മധ്യമമാണ്. അമാവാസ്യയുമായി ചേർന്ന് വരുന്ന ശിവരാത്രി നിന്ദ്യവുമാണ്. അന്ന് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉദ്ദേശം വെളുപ്പിന് 4:30 മണിക്ക് എഴുന്നേൽക്കണം. കുളിയും നിത്യകർമ്മങ്ങളും കഴിക്കണം. പിന്നീട് ഭസ്മം, രുദ്രാക്ഷം ഇവ ധരിക്കണം. തുടർന്ന് ഒരിടത്തിരുന്ന് ശിവനാമ കീർത്തനങ്ങൾ ചൊല്ലണം. ആ സമയം തൻ്റെ മുന്നിൽ ശിവൻ സാന്നിധ്യം ചെയ്യുന്നുണ്ടെന്നും ഭക്തിപൂർവ്വം അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗം നമസ്കരിക്കുമെന്നും ഒടുവിൽ തൻ്റെ ഉള്ളിൽ ശിവൻ കുടികൊള്ളുന്നു എന്നും ആയതിനാൽ താൻ ശിവനാണെന്നും ഭാവന ചെയ്യണം. കഴിയുമെങ്കിൽ പകൽ മുഴുവൻ ഉപവാസം അനുഷ്ഠിക്കണം. ഒപ്പം ശിവപുരാണം പാരായണം ചെയ്യുന്നതും ശിവനാമ അർച്ചന ചെയ്യുന്നതും ശ്രേയസ്കരമാണ്. ശിവക്ഷേത്രങ്ങളിൽ പകൽ മുഴുവൻ ഏകാന്തതയിൽ മുഴുകി ശിവനാമജപത്തിൽ മുഴുകിയിരിക്കുന്നതും പുണ്യകരമാണ്. സന്ധ്യയോടെ വീണ്ടും കുളിച്ച് ശിവപൂജ, കൂവളത്തില കൊണ്ട് ശിവന് ശിവാർച്ചന, ഒടുവിൽ ശിവനമസ്കാരം ഇവ ചെയ്യണം. അതിനുശേഷം ശിവനാമം ഉച്ചരിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ശിവനെ ഉള്ളിൽ കണ്ട് ഉറങ്ങാതിരിക്കണം. പിറ്റേന്ന് പ്രഭാതത്തിൽ ശിവപൂജ ചെയ്ത് ആർക്കെങ്കിലും അന്നവസ്ത്രദാനവും നൽകി പാരണ കഴിക്കാം. 60 നാഴിക ഉപവാസമാണ് വിധിച്ചിട്ടുള്ളത്. ആരോഗ്യവും സൗകര്യവും അനുവദിക്കുന്ന അനുസരിച്ച് ഉപവാസമാകാം. എന്നാൽ മേൽപ്പറഞ്ഞ ശിവാരാധന ഹൃദയപൂർവ്വം ലോപം കൂടാതെ അനുഷ്ഠിക്കണം. പാലാഴി മദനകാലത്ത് കിട്ടിയ ഹാലാഹല വിഷത്തെ മഹാദേവനായ ശിവൻ ലോകരക്ഷയ്ക്കായി സ്വയം പാനം ചെയ്തു. ആ വിഷബാധ ശിവഭഗവാന് ഉണ്ടാകാതിരിക്കാനായി അന്ന് മുഴുവൻ ഉപവസിച്ച് ഭഗവത് ധ്യാനം ചെയ്തു. സർവേശ്വരനായ ശിവഭഗവാന് നീലകണ്ഠത്വം സംഭവിച്ച ഈ ദിവസത്തെയാണ് ശിവരാത്രി എന്ന് പറയുന്നത്. മഹാശിവരാത്രിയും മാസശിവരാത്രിയും തമ്മിലുള്ള വ്യത്യാസം. പാലാഴിയിൽ പ്രത്യക്ഷപ്പെട്ട കാളകൂട വിഷം തൻ്റെ കണ്ഠത്തിൽ അടക്കി വെച്ച് ലോകം കാത്തുരക്ഷിച്ചു പരമശിവൻ. ഇത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥി നാളിലാണ് നടന്നത്. ഈ ദിവസത്തെ മഹാശിവരാത്രിയായും മറ്റുള്ള മാസങ്ങളിൽ മാസശിവരാത്രിയായും അനുഷ്ഠിക്കുന്നു. വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. തെറ്റുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക.